ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, പ്രേക്ഷകരെ, ഹജ്ജുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ സിറ്റിങ്ങുകളാണ് കഴിഞ്ഞ 7 സിറ്റിങ്ങിലൂടെയായി നമ്മൾ അല്പാൽപമായി വിശദീകരിച്ചത്. ഇന്ന് 8ാമത്തെ നമ്മുടെ ഈ സിറ്റിങ്ങിൽ തവാഫിന് ശേഷമുള്ള സഅയ്, സഫാ മർവകൾക്കിടയിലുള്ള സഅയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉള്ളത്. ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലാണ് മിക്കവാറും ആളുകൾക്ക് ഒരിക്കലെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം പെർഫെക്റ്റായി നിർവഹിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാവുകയും ആ കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് സംശയങ്ങൾ തീർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെടേണ്ടത്. ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും തന്നെ തെറ്റുകൾ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്, കർമ്മമാണ് സഅയ് അഥവാ സഫാ മർവകൾക്കിടയിലുള്ള നടത്തം എന്ന് പറയുന്നതും. യഥാർത്ഥത്തിൽ സഫാ മർവയുടെ ഇടയിലുള്ള നടത്തം എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ റുക്നുകളിൽപ്പെട്ട കാര്യമാണ്, ഉംറയുടെ റുക്നുകളിൽപ്പെട്ട കാര്യമാണ് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോഴും ഉംറ കർമ്മം നിർവഹിക്കുമ്പോഴും നാം നിർവഹിക്കുന്ന സഅയിൻ്റെ ലക്ഷ്യം അള്ളാഹു അത് നിശ്ചയിച്ചിരിക്കുന്നത് ലിഇഖാമത്തി ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. അപ്പോൾ ധാരാളമായി റബ്ബിനെ കുറിച്ച് സ്മരിക്കാനുള്ള, ഓർക്കാനുള്ള ദിക്റുകളും ദുആകളും ചൊല്ലി അവനെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ നടത്തം, സഫ മർവകൾക്കിടയിലുള്ള സഅയ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ഫീഹിമാ എന്ന് ഖുർആൻ അക്കാര്യം സൂചിപ്പിച്ചു. ഹജ്ജ് ഉംറയും നിർവഹിക്കുന്ന ആളുകൾക്ക് സഫ മർവകൾക്കിടയിലൂടെയുള്ള നടത്തം അത് പ്രവാചകനും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സഫ മർവകൾക്കിടയിലുള്ള നടത്തം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 7 പ്രാവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. സഫയിൽ കയറി നിന്ന് കഅബയുടെ നേരെ തിരിഞ്ഞു നിന്ന് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് തുടങ്ങുന്ന ഖുർആനിലെ വചനം ഓതുക എന്നുള്ളത് സുന്നത്താണ്. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് ധാരാളമായി കഅബയുടെ നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി പുരുഷന്മാർ അള്ളാഹുവിനോട് നിരന്തരം തൻ്റെ ആവശ്യങ്ങളൊക്കെ ആ സഫയുടെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷമാണ് നമ്മൾ സഅയ് ആരംഭിക്കുന്നത്. സഫയിൽ നിന്ന് മർവയിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പച്ച മാർക്ക് അടയാളപ്പെടുത്തിയ 2 മാർക്കുകൾക്കിടയിൽ അല്പം ധൃതിയിൽ ഓടുന്നതും പ്രവാചകൻ്റെ നടപടിക്രമമാണ്, സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ച ചര്യയാണ്. എന്നാൽ ആ ചര്യ സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കാണത് സുന്നത്തുള്ളത്. അവൻ ആ സഫ മർവകൾക്കിടയിൽ ഈ പച്ച അടയാളപ്പെടുത്തിയ അടയാളങ്ങൾക്കിടയിലായി കൂടുതൽ ധൃതിയിൽ നടക്കുകയോ ഓടുകയോ ചെയ്യേണ്ടതാകുന്നു എന്നർത്ഥം. ഈ നടത്തത്തിനിടയിൽ സഫയിൽ നിന്ന് മർവയിലേക്ക് നാം നടക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ നാം ഉരുവിടുക എന്നുള്ളത് സുന്നത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ നിരന്തരം നാം പാരായണം ചെയ്യുക.
അത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ആ ദിക്റുകൾ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അൻജസ വഅദഹു അവൻ്റെ കരാറുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു, വനസറ അബ്ദഹു തൻ്റെ ദാസനെ അവൻ അല്ലാഹു സഹായിച്ചിരിക്കുന്നു, വഹസമൽ അഹ്സാബ വഹ്ദഹു ഏകനായ ആ നാഥൻ സർവസഖ്യസേനകളെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചെടുത്ത് പറഞ്ഞുകൊണ്ട് മറവുകൾക്കിടയിൽ സഫകൾക്കിടയിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. മറ്റെന്തൊക്കെയോ നമുക്ക് പ്രാർത്ഥിക്കുവാനുണ്ടോ അവയെല്ലാം തന്നെ ഇന്ന പ്രാർത്ഥന എന്ന് സഫ മറുകൾക്കിടയിലുള്ള സമയത്ത് സഈൻ്റെ ഇടയിൽ ചൊല്ലണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടതായി കാണാൻ സാധ്യമല്ല. ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ അവനവൻ്റെ അടിയന്തരമായ ആവശ്യങ്ങൾ, തൻ്റെ മനസ്സിൻ്റെ മന്ത്രമറിയുന്ന, കണ്ണിൻ്റെ കട്ടുനോട്ടമറിയുന്ന, എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുകയും ചെയ്യാൻ കഴിയുന്ന റബ്ബിനോട് ഓരോരുത്തരായി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൽ ഒരാൾ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് മറ്റൊരാൾ മുദ്രാവാക്യം ചൊല്ലുന്നത് പോലെ, കൂട്ടമായ മുദ്രാവാക്യം പോലെ സഫ മർവകൾക്കിടയിൽ റസായിൻ്റെ ഇടയിൽ ഒരു ഉസ്താദും ഒരു അമീറും ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവരെന്താണ് പറയുന്നതെന്നറിയാത്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ, കൂട്ടമായ പ്രാർത്ഥനകളല്ല പ്രവാചകൻ പഠിപ്പിച്ചത് എന്നുകൂടി നാം ഇവിടെ ഓർക്കേണ്ടതാകുന്നു. പ്രാർത്ഥന സഈ ആരംഭിക്കുമ്പോൾ കഅബയുടെ നേരെ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പ്രകൃതം പൊതുവെ ആളുകളിൽ കാണപ്പെടാറുണ്ട്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. സഈൻ്റെ മുമ്പ് കഅബയുടെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. അത് പ്രവാചകൻ്റെ നടപടിക്രമമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സഫയിൽ നിന്ന് ആരംഭിച്ച് മറുവയിലെത്തുന്നു. അത് തന്നെ മറുവയിൽ നിന്ന് ആരംഭിച്ച് സഫയിലെത്തുമ്പോൾ 2 ഷൗത്ത് 2 പ്രാവശ്യം നമ്മൾ പൂർത്തിയാക്കി. ഈ പ്രാർത്ഥന, ഈ ചുറ്റുകളിലൊക്കെ, ഈ നടത്തങ്ങളിലൊക്കെ, സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കുമുള്ള പോകുന്ന യാത്രകളിലൊക്കെ, ആ നടത്തത്തിലൊക്കെ നമ്മൾ അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇത് 7 പ്രാവശ്യമാണ് പൂർത്തിയാക്കേണ്ടത്. സഫയിൽ നിന്ന് മറുവയിലെത്തി, മറുവയിൽ നിന്ന് സഫയിലെത്തിയാൽ 2, പിന്നീട് മർവയിലേക്കും സഫയിലേക്കും മർവയിലേക്കും സഫയിലേക്കും പിന്നീട് മർവയിലേക്കും പോകുന്നതോടെ 7 പ്രാവശ്യം നമ്മുടെ സഈ പൂർത്തിയായി. അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ തവാഫിൻ്റെ അഥവാ ഉംറയുടെ അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ സഈ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സഈ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 2 റക്അത്ത് അവിടെ വെച്ചുകൊണ്ട് ആളുകൾ നമസ്കാരം നിർവഹിക്കാറുണ്ട്. നടപടി പ്രവാചകൻ്റെ സുന്നത്തിലില്ലാത്ത ഒരു കാര്യം. സഈൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഇൽത്തിബാ അഥവാ ഉംറയുടെ ഡ്രസ്സ് വലത് കക്ഷത്തിലൂടെ താഴ്ത്തിയിട്ട് തോളിലേക്ക് മറിച്ചിടുന്ന സ്വഭാവവും കാണപ്പെടാറുണ്ട്. ഇതും ഒരിക്കലും തന്നെ പ്രവാചകൻ പഠിപ്പിച്ച സഈൻ്റെ രൂപമല്ല. അതുപോലെ തന്നെ സഈ നിർവഹിക്കുന്നതിന് വേണ്ടി വുദു ചെയ്യുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. വുദു ഇല്ലാത്ത ആളുകൾക്കും സഈ നിർവഹിക്കാവുന്നതാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഓരോ തവാഫിൻ്റെ സഈൻ്റെ ഇടയിലും ഞാൻ സഈ ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സഫ മർവകൾക്കിടയിൽ ഞാൻ സഈ ചെയ്യുന്നു എന്ന് ആളുകൾ നിയ്യത്ത് ആവർത്തിക്കാറുണ്ട്, പുതുക്കാറുണ്ട്. ഇതിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നാം ഓരോരുത്തരും തവാഫിന് ശേഷം നിർവഹിക്കുന്ന സഈ അള്ളാഹു പറഞ്ഞതുകൊണ്ട് മാത്രമാണത് നിർവഹിക്കുന്നത്. അതിനാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന ബോധത്തോടെ സഈ നിർവഹിക്കുക. സഈ നിർവഹിച്ചു കഴിഞ്ഞാൽ തഹല്ലുലാകുന്നതിന് വേണ്ടി പുരുഷന്മാർ തലയുടെ പൂർണ്ണമായ രീതിയിൽ മുഴുവനായ തലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മുടി വെട്ടേണ്ടതാണ്. സ്ത്രീകളാണ് എങ്കിൽ മുടി കംപ്ലീറ്റ്ലി കൂട്ടിപ്പിടിച്ച് ബാക്ക് ഭാഗത്തേക്ക് കൂട്ടിപ്പിടിച്ച് ഒരു വിരൽ തുമ്പിൻ്റെ അത്ര അവർ മുടി വെട്ടിക്കളയട്ടെ. എന്നാൽ പുരുഷന്മാർ ഈ മുടി വെട്ടുന്ന കാര്യത്തിൽ ചിലപ്പോൾ വീഴ്ചകൾ കാണിക്കാറുണ്ട്.
കത്രികകളുമായി വീട്ടിൽ നിന്ന് പോവുകയും സായി നിർവഹിച്ചതിന് ശേഷം അതേ മർവയിൽ വെച്ച് അതല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഉടനെ തലയുടെ അവിടെയും ഇവിടെയുമുള്ള 3-4 മുടി ഭാഗത്ത് നിന്ന് വെട്ടി തഹല്ലുലായി എന്ന് വിചാരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സായിൻ്റെ പൂർണ്ണത തഹല്ലുലാകുമ്പോഴാണ്. ആ തഹല്ലുൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം ശ്രേഷ്ഠതയുമുള്ളത് തല പൂർണ്ണമായി മുണ്ടനം ചെയ്യുക എന്നതാണ്. അതിന് കഴിയാത്ത ആളുകൾ തലമുടി മുട്ടയടിക്കുക എന്നാലും മതി. പക്ഷേ അത് മുട്ടയടിക്കുകയാണെങ്കിലും മുണ്ടനം ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായി നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സുന്നത്തനുസരിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.